സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ. അവിടെ ബഹുമാനപ്പെട്ട പ്രിയമുള്ള NDAയുടെ സമാരാധ്യരായ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, NDAയുടെ സംസ്ഥാന ചെയർമാൻ കൂടിയായിട്ടുള്ള രാജീവേട്ടന് ഞാൻ പ്രത്യേകം മുഖവരയോട് പറയേണ്ട കാര്യമില്ല. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 3-4 മാസക്കാലമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തത് മുതൽ കേരളത്തിന്റെ വികസിത കേരളം എന്ന ആശയവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമാരാധനായ രാജീവ് ചന്ദ്രശേഖർജിയെ NDAയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊള്ളും. ഈ സമരത്തിന് ഈ ധർണയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന അഡ്വക്കേറ്റ് ജ്യോതിസ് BDJSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിനെയും തിരുവനന്തപുരം NDA കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. BJPയുടെ മുൻ അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള കുമ്മനം രാജേട്ടന് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. NDAയുടെ വൈസ് ചെയർമാൻ BJPയുടെ മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസ്ജിയെ സ്വാഗതം ആശംസിക്കുന്നു. ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഹരികുമാറിനെ സ്വാഗതം ആശംസിക്കുന്നു. STDയുടെ സംസ്ഥാന പ്രസിഡന്റ് STDയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ VV രാജേന്ദ്രനെ സ്വാഗതം ആശംസിക്കുന്നു. BDJSന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ തമ്പി മേറ്റക്കടയെ സ്വാഗതം ആശംസിക്കുന്നു. ലോക് ജനശക്തി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാമചന്ദ്രൻ, അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നു. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ MS സതീശനെ സ്വാഗതം ആശംസിക്കുന്നു. കാമരാജ് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പുഷ്പ ജയനെ സ്വാഗതം ആശംസിക്കുന്നു.
സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഞങ്ങളിപ്പോ. മഴ കൊടയെടുത്തില്ലല്ലേ. അതുണ്ട് നല്ല മീനാളൊക്കെ. ബഹുമാനപ്പെട്ട പ്രിയമുള്ള NDAയുടെ സമാരാധ്യരായ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, പിണറായി സർക്കാർ 9 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. 10ാം വർഷത്തിലേക്ക് ആരംഭിക്കുകയാണ്. 10 വർഷക്കാലം കേരളത്തിന്റെ സർവതോമുഖമായിട്ടുള്ള മുഴുവൻ സമസ്ത മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കി സ്തംഭിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി NDA ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് ഇന്ന് 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാന ചെയർമാൻ കൂടിയായിട്ടുള്ള രാജീവേട്ടനെ ഞാൻ പ്രത്യേകം മുഖവരയോട് പറയേണ്ട കാര്യമില്ല. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 3-4 മാസക്കാലമായി BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തത് മുതൽ കേരളത്തിന്റെ വികസിത കേരളം എന്ന ആശയവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമാരാധനായ രാജീവ് ചന്ദ്രശേഖർജിയെ NDAയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊള്ളും. ഈ സമരത്തിന് ഈ ധർണയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന അഡ്വക്കേറ്റ് ജ്യോതിഷ്, BDJSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിനെയും തിരുവനന്തപുരം NDA കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. BJPയുടെ മുൻ അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള കുമ്മനം രാജേട്ടന് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. NDAയുടെ വൈസ് ചെയർമാൻ, BJPയുടെ മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസിയെ സ്വാഗതം ആശംസിക്കുന്നു. ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഹരികുമാറിനെ സ്വാഗതം ആശംസിക്കുന്നു. STDയുടെ സംസ്ഥാന പ്രസിഡന്റ്, STDയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ VV രാജേന്ദ്രനെ സ്വാഗതം ആശംസിക്കുന്നു. BDJSന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ തമ്പി മേറ്റക്കടയെ സ്വാഗതം ആശംസിക്കുന്നു. ലോക് ജനശക്തി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാമചന്ദ്രൻ, അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നു. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ MS സതീശനെ സ്വാഗതം ആശംസിക്കുന്നു. കാമരാജ് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പുഷ്പ ജയനെ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ നെടുമങ്ങാട് രാജേഷ്, ശ്രീ പ്രേംരാജ്, ശ്രീ രേണു കാരണവർ, ശ്രീ ആലവിട അജിത്, ശ്രീ ദേവരാജൻ, അഡ്വക്കേറ്റ് പ്രദീപ്, മലയങ്കിരി രാജേഷ്, മുകേഷ് മണ്ണന്തര, VT രമ, YT രമ, അഡ്വക്കേറ്റ് സുരേഷ്, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അധ്യക്ഷ പ്രഭാഷണത്തിനായി ശ്രീ അഡ്വക്കേറ്റ് ജ്യോതിഷ്, BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ.
വികസന കേരളം എന്ന ഏറ്റവും പുതിയ ആശയവുമായി കേരളത്തിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ മുദ്രാവാക്യത്തോടുകൂടി മാറ്റമുണ്ടാകും എന്നുള്ള ഉറച്ച പ്രതിജ്ഞയുമായി കേരളത്തെ നയിക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനും NDയുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരാധനായ നേതാവുമായിട്ടുള്ള പ്രിയപ്പെട്ട രാജീവ് ജി, ശ്രീ കൃഷ്ണപ്രസാദ് ഏട്ടൻ കുമ്മനം ഉൾപ്പെടെയുള്ള NDയുടെ പ്രമുഖരായ നേതാക്കന്മാരെ, പ്രിയമുള്ളവരെ, BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷത വഹിക്കേണ്ട ഒരു മീറ്റിംഗ് ആണിത്. അടിയന്തരമായി SNDPയുടെ ഡയറക്ടർ ബോർഡ് യോഗം ചേർത്തലിൽ വെച്ച് കൂടാൻ സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് പകരം ചുമതലക്കാരനായി എന്നെ ചുമതലപ്പെടുത്തി വിട്ടിട്ടുള്ളത്. ഞങ്ങൾ എത്തുന്നത് ശ്രീ തമ്പി മേട്ടതറ ഇവിടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. BDJSന്റെ പ്രമുഖരായ NDA നേതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തമ്പിയെ സംബന്ധിച്ചിടത്തോളം, പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റിലമായ ആലപ്പുഴ ജില്ലയിൽ ഏകദേശം 30 വർഷക്കാലം CPMൽ സജീവമായി പ്രവർത്തിക്കുകയും 4 നൂറ്റാണ്ട് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായി നിന്ന ഞങ്ങൾ ശബ്ദമായി മാറുവാൻ BJPയുടെ അധ്യക്ഷന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കുവാൻ കേരളം കാതോർക്കുകയാണ്. കാരണം വികസന രാഷ്ട്രീയം, വികസനോത്ഭവമായ കേരളം എന്നുള്ള ആശയം പുതുമ നിറഞ്ഞതല്ലെങ്കിൽ പോലും ആ ആശയവുമായി ബന്ധപ്പെട്ട് ഇടതിനും വലതിനും കഴിയാതിരുന്ന കാര്യങ്ങൾ ദേശീയയുടെ ഭാഗമായി നരേന്ദ്രമോദിജി നയിക്കുന്ന NDA സർക്കാരിന് കഴിയും. അത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സമരത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തകൾ ഇല്ലെങ്കിൽ പോലും വാർത്തകളിൽ രാജീവ്ജി ഇടം തേടുന്നത്. ഈ 2 ദിവസം മുമ്പ് ഉണ്ടായ വാർത്തയിൽ ചാനൽ റേറ്റിംഗ് കൂട്ടുവാൻ രാജീവ്ജിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് BJPയിൽ എന്തൊക്കെയോ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, അത്തരം വാർത്തകളാണെങ്കിലും ഏത് വാർത്തകളാണെങ്കിലും രാജീവ്ജിയോടൊപ്പം NDA ഇന്ന് കേരളം പിടിക്കാൻ പോകുന്ന വലിയ രാഷ്ട്രീയ തുടക്കത്തിന് കാറ്റുവിതയ്ക്കുകയാണ്. ഈ കേറ്റ് കേരളം ആകെ തന്നെ ആഞ്ഞുവീശാൻ പോകുന്ന അന്തരീക്ഷത്തിലാണുള്ളത്. ഇന്നേ ദിവസം വൈകുന്നേരങ്ങളിൽ കേരളത്തിലുള്ള വിവിധ പഞ്ചായത്തുകളിൽ NDAയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രതിഷേധ ജ്വാല തീർത്തുകൊണ്ടാണ് ഈ പ്രതിഷേധം ഞങ്ങൾ രംഗത്തേക്ക് വരുന്നത്. അത് ഇടതിനെയും വലതിനെയും ഒപ്പം നേടാൻ കഴിയുന്ന രൂപത്തിലേക്ക് കേരളം സജ്ജമാവുകയാണ്. കേരളത്തിൽ BJP സജ്ജമായി കഴിഞ്ഞു, NDA കൂടി അക്കൂട്ടത്തിൽ സജ്ജമാവുകയാണ്. ആ സജീവതയിൽ BDJSന്റെ പങ്കാളിത്തം വ്യക്തമായി തന്നെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനായ പ്രിയപ്പെട്ട നമ്മുടെ BJPയുടെ അധ്യക്ഷൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ലോക മലയാളി ഏറെ ആദരിക്കുന്ന മഹത്തായ വ്യക്തിത്വം, കേരള രാഷ്ട്രീയത്തിന് പുതിയ സംഭാവന ചെയ്യാൻ കഴിയുന്ന വ്യക്തിത്വം, NDA എന്ന് പറയുന്ന ആശയം കേരളത്തിൽ ഭരണത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്ന അദ്ദേഹത്തിന് വിജയാശംസകൾ നടന്നുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്യാൻ വിനയപ്രസം ക്ഷണിക്കുന്നു. നമസ്കാരം. जय 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 भारत माता, जय 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 भारत माता, जय 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 NDA, जय 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 NDA, चंद्रशेखर नेतावे, चंद्रशेखर नेतावे, അങ്ങേക്കായിരം അഭിവാദ്യം, അങ്ങേക്കായിരം അഭിവാദ്യം. 9 കൊല്ലം മുമ്പ് ഇതേ ദിവസം ജനങ്ങള് CPMും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ വാഗ്ദാനം വിശ്വസിച്ച് CPM സർക്കാരിനൊരു അവസരം കൊടുത്തു. ഇത് 9 കൊല്ലം മുമ്പ്. ഈ കഴിഞ്ഞ 9 കൊല്ലം നടത്തിയ ഒരു വീഴ്ച, അതിന് ഒരു സ്ലോഗനാണ് കേരളം വീണ പറഞ്ഞ് 2016 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ LDFന് ഒരു അവസരം കൊടുത്തു. ഈ 9 കൊല്ലം കേരളം വീണ പതിറ്റാണ്ടില് എന്ത് നടന്നു?
ജനങ്ങളാണ് തീരുമാനിക്കാൻ പോകുന്നത്. ജനങ്ങൾ തീരുമാനിക്കും എന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്. ജ്യോതിഷ് ജി, ഇന്ന് ഈ ധർണ ഇവിടെ ഉദ്ഘാടനം ചെയ്ത BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, BJPയുടെ ഇന്ത്യയുടെ നേതാക്കളായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖര അവർ, ശ്രീ PK കൃഷ്ണദാസ് ജി, ശ്രീ കരമന ജയൻ, അഡ്വക്കേറ്റ് സുരേഷ് ജി, നമ്മുടെ SJDയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജേന്ദ്രൻ, ശ്രീ രാമചന്ദ്രൻ അവർ, മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദേശീയ ജനാധിപത്യത്തിൻ്റെ സഖ്യത്തിൻ്റെ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ. അപ്പോൾ കഴിഞ്ഞ 9 വർഷക്കാലമായി LDF സർക്കാർ നടത്തുന്ന സംഘടനാ നേതാക്കന്മാർ, ഇന്ന് പിണറായി സർക്കാരിൻ്റെ 9ാം വാർഷികമാണ്. 10ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. മോഡി സർക്കാർ 10 വർഷം പൂർത്തിയാക്കിക്കൊണ്ട് അടുത്ത ടേമിലെ 1 വർഷവും പൂർത്തിയാക്കി അതിൻ്റെ വാർഷികാഘോഷങ്ങൾ നടക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വാർഷികാഘോഷങ്ങൾ നടക്കുകയാണ്. ഈ അവസരത്തിൽ ജനങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വളരെ പരമപ്രധാനമായ ഒരു അവസരമാണ് ഈ 2 സർക്കാരുകളെയും വിലയിരുത്തുക എന്നത്.